അരുൺ ശങ്കർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. അരുൺ, അതായത് ഏറെ സമ്മർദ്ദം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അമ്മ ഇന്നൊരു വാർത്താ സമ്മേളനം വിളിക്കുന്നതും ഒരു വഴിപാട് പോലെ, ഒരു നേർച്ച പോക്കുന്നത് പോലെയായിരുന്നു ആ പ്രതികരണങ്ങളൊക്കെയും നമ്മൾ കേട്ടത്. കാരണം വളരെ ഗൗരവതരമായിട്ടുള്ള സിനിമാ മേഖലയെ പിടിച്ചു കുലുക്കുന്ന പല മൊഴികളും വരികയും ആ മൊഴികളിലൊന്നും അറിഞ്ഞില്ല, കേട്ടില്ല, തെളിവില്ല, അങ്ങനെയില്ല എന്നൊക്കെ പറഞ്ഞ് ജനറൽ സെക്രട്ടറി പോകുന്നത് കണ്ടു. പക്ഷേ അതിനെയൊക്കെ ഘടകവിരുദ്ധമായി വളരെ ഉറച്ച നിലപാടോടുകൂടിയാണ് വൈസ് പ്രസിഡന്റ് കൂടിയായ ജഗദീഷ് കാര്യങ്ങളെ അവതരിപ്പിച്ചതും കാര്യങ്ങളിൽ തൻ്റേതായ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തത്. രണ്ട് വശങ്ങളെയും നമ്മൾ രണ്ടുപേരുടെയും പ്രതികരണങ്ങൾ, താരസംഘടനയുടെയും അമ്മ വൈസ് പ്രസിഡന്റിന്റെയും പ്രതികരണങ്ങളെ എങ്ങനെ നമ്മൾ വായിക്കണം അരുൺ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അമ്മ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം. ദിവസങ്ങൾക്ക് ശേഷമാണ് ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ അമ്മ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം നടത്തിയത്. അതിനുള്ള കാരണമായിട്ട് പറയുന്നത് കഴിഞ്ഞ ദിവസം വരെ അമ്മയുടെ ഒരു ഷോ കൊച്ചിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിലായിരുന്നു അംഗങ്ങൾ. അതുകൊണ്ടാണ് പ്രതികരണം വൈകിയത് എന്നുള്ളതാണ് ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പറയുന്നത് അമ്മയ്ക്കെതിരല്ല ഈ റിപ്പോർട്ട് എന്നുള്ളത് ജനറൽ സെക്രട്ടറി പറയുന്നുണ്ട്. പക്ഷേ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കുറ്റകൃത്യങ്ങൾ തന്നെ, അതായത് ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ച് തങ്ങൾക്ക് അറിവില്ല എന്ന ഒരു പ്രതികരണം ഞെട്ടിക്കുന്നതാണ്. കാരണം 1994 മുതലാണ് കേരളത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ പ്രവർത്തിക്കുന്നത്. ഇത്രയും വർഷമായിട്ടും ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും സ്ത്രീകൾ നേരിടുന്ന ഗുരുതരമായ ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെക്കുറിച്ചും അറിവില്ല എന്ന് പറയുമ്പോൾ ഈ സംഘടനയുടെ പ്രസക്തി എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം അഭിനേതാക്കളുടെ പ്രയാസങ്ങളൊക്കെ പരസ്പരം പങ്കുവെക്കും. നമുക്കറിയാം, ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അവരുടെ മേഖലയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ പരസ്പരം പങ്കുവെക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളും പരസ്പരം സംസാരിച്ചിട്ടുണ്ടാകാം. അങ്ങനെ അമ്മയുടെ നേതൃത്വത്തിലേക്കും ഈ വിഷയങ്ങൾ അറിവിൽ വന്നിട്ടുള്ളതാകാം. പക്ഷേ അക്കാര്യത്തിൽ തങ്ങൾക്ക് അറിവില്ല, അതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ലഘൂകരിക്കാനാണ് അമ്മ നേതൃത്വം ശ്രമിച്ചത് എന്നുള്ളതാണ് ഈ കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാകുന്നത്. പക്ഷേ മറിച്ചൊരു അഭിപ്രായവും അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായവും അമ്മ എന്ന സംഘടനയിൽ ഉണ്ട് എന്നുള്ളതാണ് വൈസ് പ്രസിഡന്റ് കൂടിയായ ജഗദീഷ് തിരുവനന്തപുരത്ത് നടത്തിയ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് ഈ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞത് ശരിയായില്ല, അതായത് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടക്കുന്നത് ഒറ്റപ്പെട്ടതല്ല, അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നുള്ളതാണ് ജഗദീഷ് പറയുന്നത്. അതോടൊപ്പം തന്നെ അമ്മ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ വൈകി എന്നുള്ളൊരു കുറ്റസമ്മതവും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് വീഴ്ചയാണ്, അദ്ദേഹത്തെ സമ്മതിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അമ്മയിൽ തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ രണ്ട് നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇനി എങ്ങനെയാണ് ഈ തുടർന്നുള്ള കാര്യങ്ങൾ? ഇപ്പോൾ നമ്മൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണല്ലോ ഈ റിപ്പോർട്ട് വരാൻ പോകുന്നത്. കോടതി റിപ്പോർട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പൂർണ്ണ രൂപത്തിൽ ആ റിപ്പോർട്ട് കോടതിയുടെ മുമ്പിലെത്തും. കോടതി അക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക്. അപ്പോൾ കോടതിയിൽ നിലനിൽക്കുന്ന ഹർജിയിന്മേൽ കക്ഷി ചേരുമോ എന്ന് ചോദിക്കുമ്പോൾ അത് എന്തിനാണ് ഞങ്ങൾ കക്ഷി ചേരുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം. കാര്യം ഈ അഭിനേതാക്കളാണ് ഈ ദുരിതം അനുഭവിച്ചിട്ടുള്ളതിൽ നല്ലൊരു ശതമാനം. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കോടതിയിൽ കക്ഷി ചേരുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് അമ്മയ്ക്ക് കൃത്യമായൊരു മറുപടി ഇല്ല. അങ്ങനെ പല കാര്യങ്ങളിലും അമ്മയ്ക്ക് കൃത്യമായ മറുപടി ഇല്ല. ഈ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല, 40 വർഷമായി ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു, എനിക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് പറഞ്ഞത്. കാസ്റ്റിംഗ് കൗൺസിലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു പരാതി ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ എല്ലാ ആരോപണങ്ങൾക്കും ഞങ്ങൾക്കറിയില്ല, കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരു വനിതാ അംഗം, അതായത് അരുൺ ശങ്കർ, ഒരു പഠിച്ചു വെച്ച് വന്ന് അഭിനയത്തിന്റെ അല്ലെങ്കിൽ ആ ക്യാമറയ്ക്ക് മുന്നിൽ പറയുന്ന രീതിയിൽ തന്നെയാണ് ഒരു പക്ഷേ സിദ്ദീഖ് പറഞ്ഞിരിക്കുക. അവിടെ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ. ഒന്ന്, തിലകൻ്റെ മകളുടെ ആ പരാതി, അത് മാതൃഭൂമി ന്യൂസ് ആദ്യം പുറത്തേക്ക് വിടുന്നു, പിന്നീട് ബാക്കി മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. ആ പ്രതികരണം ചോദിച്ചപ്പോൾ നടത്തിയിട്ടുള്ള ഒരു ഒരർത്ഥത്തിലൊരു പരിഹാസ രൂപേണയുള്ള ഒരു പദപ്രയോഗമാണ് ഉണ്ടായത്. മറ്റൊന്ന്, ഈ 2006 ഒരു നടിക്ക് നേരിട്ട ദുരനുഭവം, അത് 5 വർഷം മുമ്പ് പരാതിയായിട്ട് എത്തിയിട്ട് പോലും ആ സംഭവമാണ് ഇന്ന് രാവിലെ മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിട്ട ആ വാർത്ത. അപ്പോൾ ഈ രണ്ട് കാര്യത്തിലുമൊക്കെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ ജനറൽ സെക്രട്ടറിയിൽ നിന്നും പ്രതീക്ഷിച്ച മറുപടിയാണോ ലഭ്യമായത്? തീർച്ചയായിട്ടും ഈ തിലകൻ്റെ മകളുടെ ആരോപണത്തിൽ അമ്മയുടെ നേതൃത്വം നടത്തിയ പ്രതികരണം പരിഹാസപരമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അമ്മ എന്ന് പറയുന്ന സംഘടന അഭിനേതാക്കളുടെ സംഘടനയാണ്. ആ അഭിനേതാക്കളുടെ സംഘടനയിൽപ്പെട്ട ആണോ അല്ലയോ എന്ന് അറിയില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട നടനാണ് തന്നെ വിളിച്ചു വരുത്തി ഇത്തരത്തിൽ മോശമായ പെരുമാറിയെന്ന് തിലകൻ്റെ മകൾ ആരോപണം ഉന്നയിച്ചത്. ആ വിഷയത്തിൽ ചോദിക്കുമ്പോൾ അങ്ങനൊരു പരാതി ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ തിലകൻ്റെ മകൾ നടത്തിയ പ്രതികരണം അല്ലെങ്കിൽ അവർ ആ വിഷയത്തെ കൈകാര്യം ചെയ്തതിൽ ഞാൻ അഭിനന്ദിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ചോദിക്കേണ്ടത്
അവരുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടും, ആരാണ് അങ്ങനെ മോശമായി പെരുമാറിയതെന്ന് ആരായും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അങ്ങനെ ഒരു പ്രതികരണവുമില്ല. അത് അവർ അങ്ങനെ പ്രതികരിച്ചത് നന്നായി. ഇവർക്കൊരു പരാതി ഉണ്ടോ എന്ന് ചോദിക്കാനും ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ വിചിത്രമായിട്ടുള്ള കാര്യമായിട്ട് തോന്നി. കാരണം ഇങ്ങനെയാണ് ഒരു സംഘടന പ്രവർത്തിക്കേണ്ടത്. അഭിനേതാക്കളുടെ അവകാശങ്ങളും അഭിമാനവും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്തരമുള്ള സംഘടനകൾ, തൊഴിലാളികളുടെ സംഘടനകളൊക്കെ രൂപീകൃതമാകുന്നത്. പക്ഷേ ആ തൊഴിലാളി സംഘടനകൾ ഇത്തരത്തിൽ ദുരന്തം നേരിടുന്നവരെ അകറ്റി നിർത്താനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ വിഷയം, 2006 ഉണ്ടായ ഒരു ദുരനുഭവത്തെക്കുറിച്ച് 2018 ഒരു നടി അമ്മയ്ക്ക് കത്തെഴുതുന്നത്. 2006 തന്നെ അന്നത്തെ സെക്രട്ടറിയോട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിരുന്നു. വേതനം കിട്ടാത്ത വിഷയം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ അന്ന് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കരിയർ നശിച്ചു പോകും എന്ന് പറഞ്ഞ് ആവശ്യമോടെ ഒതുക്കാനാണ് അന്നത്തെ സെക്രട്ടറി ശ്രമിച്ചത്. പക്ഷേ 2017 പശ്ചാത്തല സാഹചര്യമൊക്കെ അറിയാമല്ലോ. ഈ സ്ത്രീകളുടെ വിഷയം ബന്ധപ്പെട്ടുള്ള നിരവധി ചർച്ചകളും ഒക്കെ നടക്കുന്ന സമയത്ത് ഈ നടി വീണ്ടും അമ്മ നേതൃത്വത്തെ സമീപിച്ചു. ഈ വിഷയങ്ങളൊക്കെ വിശദമായി തന്നെ എഴുതിയാണ് അമ്മ നേതൃത്വത്തിന് കത്തയച്ചത്. പക്ഷേ കഴിഞ്ഞ 6 വർഷമായിട്ട് ഒരു മറുപടിയും ആ നടിക്ക് നൽകിയില്ല. അവസാനം അവർ പരിഹസിച്ചുകൊണ്ട് തന്നെ എന്ന് പറയേണ്ടി വരും. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്ന് തൊട്ടടുത്ത ദിവസം ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പങ്കുവെച്ചുകൊണ്ട് പറയുക, ഇനിയെങ്കിലും കണ്ണു തുറക്കൂ, നീതി വൈകിപ്പിക്കുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണെന്നാണ് അവർ അവസാനത്തെ വരിയായിട്ട് രേഖപ്പെടുത്തിയത്. അതിനെന്തായാലും ഇപ്പോൾ അമ്മ നേതൃത്വം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അത് പരിശോധിക്കുമെന്നുള്ളതാണ്. അതെങ്കിലും ആശ്വാസം എന്ന് ഇപ്പോൾ ആ നടിയും പ്രതികരിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതാണ് ഈ സംഘടനയുടെ പ്രവർത്തനം, അല്ലെങ്കിൽ ആ സംഘടനയുടെ നിലപാട് എന്നുള്ളതാണ് ഈ പ്രസ് മീറ്റിൽ നിന്ന് വ്യക്തമാകുന്നത്. ശരി, അമ്മ സംഘടനയുടെ പ്രസ് മീറ്റിന് പോയ ഞങ്ങളുടെ റിപ്പോർട്ടർ അരുൺ ശങ്കറാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത്.